പുഴു ഇത് നമുക്ക് ഫ്രൈ ആയിട്ട് മസാല വെച്ചിട്ടൊക്കെ തരും. ആ 30 നമ്മൾ ഭയങ്കര ക്രേസിൽ നോക്കുന്നുണ്ടോ, സീന് സാധനം ഉണ്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മേഘാലയയിലോട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് ഓൾറെഡി നോർത്ത് ഈസ്റ്റിൽ ആസാമിലാണ് ഉള്ളത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ കവർ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ട്രിപ്പും കാര്യമായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഞാനുള്ളത് ആസാമിലെ ISBT ബസ് സ്റ്റാൻഡിലാണ്. ഏകദേശം നമുക്ക് മേഘാലയ, മിസോറം, നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര എല്ലാ സ്ഥലങ്ങൾക്കും ഇവിടുന്ന് ബസ് കിട്ടും. അതുപോലെ തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ടാക്സികളൊക്കെ കിട്ടും. നല്ല കിഡിലും നല്ല ക്ലീനാണ്, വൃത്തിയുള്ള ഗുവാഹത്തി ഇതുപോലൊരു ബസ് സ്റ്റാൻഡ് ഞാൻ പ്രതീക്ഷിച്ചാലും നല്ല ബസ് സ്റ്റാൻഡാണ്. ഞാൻ കുറച്ച് ഇവിടുത്തെ കാര്യങ്ങൾ കാണിച്ചിട്ട് നോക്കിയാൽ മതി. ഒരുപാട് സ്ഥലങ്ങൾക്ക് നമുക്ക് ഇവിടെ ബുക്കിങ് കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ മിലിറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ക സേഫ്റ്റിയും വൃത്തിയും കാര്യങ്ങളും നല്ല അടിപൊളിയാണ്. പിന്നെ അതേപോലെ അവിടെയൊക്കെ ഇതാ ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഒരുപാട് കാണുന്നുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ആദ്യമായിട്ട് ഷില്ലോങ്ങിലാണ്, മേഘാലയ തലസ്ഥാനം ഷില്ലോങ്. അവിടെ എത്തിയിട്ട് നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ 3 ദിവസം നമ്മൾ ഇവിടെ ഡൗക്കിയും അതുപോലെ തന്നെ ഡബിൾ ഡെക്കറൊക്കെ കറങ്ങണം എന്നാണ് പ്ലാന്. നമുക്ക് ഏതായാലും മേഘാലയക്ക് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചാൽ. ഫൈനലി നമ്മളെ ബസ് വന്നിട്ടു. ഈ ബസ്സിലാണ് നമുക്കിപ്പോൾ ഷില്ലോങ്ങിലൊക്കെ പോകേണ്ടത്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ പ്രത്യേകിച്ച് ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ, പ്രൈവറ്റ് കമ്പനി ബസ്സുകളുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ASTC ആസാം ട്രാൻസ്പോർട്ടേഷൻ്റെ കീഴിലാട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഒരുപാട് ബസ്, വലിയ ബസ് സ്റ്റാൻഡാണ്. ഭയങ്കര വൃത്തിയും ക്ലീനും കാര്യങ്ങളും ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നാട്ടിലോട്ട് വാങ്ങാൻ പറ്റുന്ന സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എക്സാമ്പിൾ നമ്മളെ എന്താ പറയുക, ഗുലാബ് ജാമുൻ കാര്യങ്ങളൊക്കെ കേട്ടോ. അവിടെയൊക്കെ ബസ്സാട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ആസാം ട്രാൻസ്പോർട്ടേഷൻ്റെ കീഴിലുള്ള പ്രൈവറ്റ് ബസ്സുകൾ, ഒരുപാട് പ്രൈവറ്റ് കമ്പനികളുടെ ബസ്സാണ്, വോൾവോ ബസ്സാണ്. ഭയങ്കര വൃത്തിയും ക്വാളിറ്റിയൊക്കെ ഉണ്ട്, കാണാൻ തന്നെ നല്ലൊരു മേനുണ്ട്. അപ്പം ഇനി ഏതായാലും നമുക്ക് ഈ ബസ്സിലാണ് കയറുന്നത്. നമ്മളെ വഴക്കന്മാരെ കയറിയിരിക്കണം, ഞാനേ കയറാൻ ബാക്കിയുള്ളൂ. നമ്മൾ ഏതായാലും കയറിയൊക്കെ ഇട്ടുണ്ട്, നമ്മൾ ചെക്കന്മാരൊക്കെ കയറിയിരിക്കണം. ഇതാണ് നമ്മളെ ബസ്സിൻ്റെ എൻട്രി. ഡ്രൈവർ ഗൈസ് ഈ ബസ് നമ്മൾ പുറത്തുനിന്ന് കാണാൻ വരുന്നില്ല, ഉള്ളിലെത്തുമ്പോൾ നല്ല മാറ്റമുണ്ട്. പിന്നെ നമ്മൾ ഒരേ സീറ്റ് നമ്മൾ 2 ആക്കി കൊടുത്ത് ഭയങ്കര പൊടി കാണിച്ചാൽ ഇതറപ്പ് സീറ്റിൻ്റെ കോലം ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ പൊടിയാണ് വരും, പൊടി വരും. അപ്പോൾ ഏകദേശം നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. 2 ഭാഗത്ത് ഒരുപാട് ബസ്സുകൾ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ബസ്സിന് പിറകിൽ ഒരുപാട് ലഗേജ് കാണാൻ വേണ്ടി പറ്റും. അത്ര അടിപൊളിയൊന്നുമല്ല ബസ്, പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ലാത്തൊരു യാത്രക്ക് പറ്റിയത് മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊരു പഴയ ബസ്സാണ്. ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വശട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അഗർത്തല റൂട്ടിൽ ഈ ബസ്സിലാണ് നമ്മൾ കയറിയിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബൊരാപ്പാണി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് 10-12 കിലോമീറ്റർ ഉണ്ട് ഷില്ലോങ്ങിക്ക്. നമുക്ക് ഇവിടുന്ന് ടാക്സി കിട്ടുമോ അതോ ലിഫ്റ്റ് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഭയങ്കര അടിപൊളി റൂട്ട് കേട്ടോ. റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ സീന് ഭയങ്കര നാച്ചുറൽ സിനിക് കാഴ്ചകളൊക്കെ ഉള്ള അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട്. ചില വീടുകളിൽ അവരുടെ സ്പേസ് കാണാൻ മൂടിയിരുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു ഡാം പോലെ സ്ഥലം കാണും, തടാകം, അടിപൊളി തടാകം, നല്ല കിഡിലും കാഴ്ചകളുള്ള ഒരു കേട്ടോ. ഏതോ മൂട് എന്തായാലേ അത് നോക്കണോക്ക ആ സാധനത്തിലേ. നമുക്ക് ഈ ഒരു മനുഷ്യൻ ഈ കാക്ക നമുക്ക് ലിഫ്റ്റ് തന്നു. അപ്പോൾ നമ്മൾ ഞാൻ ഷില്ലോങ് പോകണേ, ഷില്ലോങ് എത്തണം. ഇന്ന് രാത്രി എത്തിയിട്ട് ബാക്കി കാര്യങ്ങളെ കാണിച്ചു തരാം. ഓക്കെ നമുക്ക് ഹവായിജി ഓക്കെ അയാൾക്ക് പേര് വരാൻ പറ്റില്ല, കാരണം കുഴപ്പമില്ല. എന്തായാലും ബാക്കിൽ 3 ആൾക്കാർ നമ്മൾ തിരികിയിട്ടുണ്ട്. ബാക്കി നമ്മൾ മൊത്തം സ്ട്രൈറ്റ് ഷില്ലോ. അത് മുപ്പയോട് പേര് ചോദിച്ചപ്പോൾ മുപ്പർക്ക് പേര് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, മിസ്റ്റർ സ്റ്റോൺ എല്ലാവർക്കും അർച്ചാണ്. അപ്പോൾ നോക്കാനായിട്ട് ഇവിടുത്തെ മുമ്പ് ഭയങ്കര വലിയ പൊളിറ്റിക്കൽ സംഭവമാണ്. ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഇലക്ഷനിൽ വിൻ ചെയ്ത ഒരാളാണ്. അയാളിപ്പോൾ അയാളെ ഫാമിൽ നിന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി പേര് പറഞ്ഞപ്പോൾ ആളെ സീനാട്ടോ. നല്ല പൊളിറ്റിക്കൽ, അതുപോലെ തന്നെ ഭയങ്കര സംഭവമാണ് ആള്, ചില്ലറക്കാരനല്ല. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് ഒന്നും ചെയ്തില്ലേ. ഏതായാലും ആളെ അതെ അയാൾ ഇത്ര സംഭവമാണ്. VVP പാർട്ടിയുടെ ഒക്കെ വലിയ മെയിനാണ്. അപ്പം എന്നിരുന്നാലും നമുക്ക് ചില കാലത്ത് നമ്മൾ എത്തപ്പെട്ടത് മൂപ്പര് നമുക്ക് ഫുള്ള് ചേരാന്നാ പറഞ്ഞത്. ഏതായാലും നമ്മളെ ഷില്ലോങ്ങിലെത്തിട്ടോ. നമുക്ക് ബാക്കിൽ കാണുന്ന വണ്ടിയിൽ ആ ഒരു മനുഷ്യനാട്ടോ നമ്മളവിടെ എത്തിച്ചെന്നത്. ഉപരി ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്, വലിയൊരു പൊളിറ്റീഷ്യനൊക്കെയാണ്. പക്ഷെ നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സംസാരങ്ങളൊക്കെ നമ്മൾ ഏകദേശം എത്തിഞ്ഞ് കുറച്ച് നമുക്ക് പോലീസ് ബസാറോട്ട് നടക്കാണ്ട്
പോലീസ് ബസാറിൽ പോകും. നമ്മളെ പോലീസ് ബസാറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ചെറിയ ഷോപ്സ് കണ്ടിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ മീനും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ പാൻ മസാലയും കാര്യങ്ങളും. പിന്നെ ഇവിടെ കുറച്ച് വൃത്തിയുടെ കുറവ് പോലെ ഫീൽ ചെയ്തു. പിന്നെ ഒരുപാട് ഫുഡ് ഷോപ്സും കാര്യങ്ങളും കാണുന്നുണ്ട്. ഇവിടെ ഉണ്ടോ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് ഷോപ്സുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, സമയം ലൈറ്റ് ഉണ്ടാക്കരം. അപ്പോൾ നമ്മൾ ഏതായാലും ആദ്യം പോലീസ് ബസാറിൽ കൂടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അവിടെ നമുക്ക് നേരെ ബൈക്ക് റെന്റലിൽ പോകാനാണ് പ്ലാന്. അപ്പോൾ ഗൈസ് നമ്മളെ ഏകദേശം ഷില്ലോങ്ങിന്റെ പോലീസ് ബസാർ അവിടെ എത്തിട്ടോ. അവരങ്ങനെ നല്ലൊരു കാഴ്ചകൾ കാണിച്ചാൽ ഇവിടെ ഒരുപാട് ഷോപ്സ് എൻ്റെ പറകിലുണ്ട്. ഗൈസ് ദിസ് ഈസ് പുഴു ഇത് നമുക്ക് ഫ്രൈ ആയിട്ടും മസാല വെച്ചിട്ടൊക്കെ തരും. ആ 30 നമ്മൾ ഭയങ്കര ക്രേസിൽ നോക്കുന്നുണ്ടോ, സീന് സാധനം കേട്ടോ. അപ്പോൾ നമ്മള് ഏകദേശം നമ്മൾ ഇനി ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് യാത്ര. ഇവിടെ ചിക്കൻ്റെ ലിവർ കാര്യങ്ങളെല്ലാം ഷോപ്സ് കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സിന്റെ സെഷൻസ് നാളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ രണ്ട് ഭാഗത്ത് ഒരുപാട് ഷോപ്സ് ആണ് ഉള്ളത്. പിന്നെ ഫോണിന് എന്തൊക്കെ ക്ലാരിറ്റി കുറവുണ്ട്. ഇവിടെ വലിയ ഫ്രൂട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരൊറ്റ ഷോപ്പിൽ തന്നെ ചിക്കനും ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ പന്നി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും ഏകദേശം അവിടെ കിട്ടും. നമ്മൾ പോലീസ് ബസാറിലാണുള്ളത്. ഇവിടെ ഇതാണ് പ്രധാനപ്പെട്ട ഷില്ലോങ്ങിന്റെ മാർക്കറ്റ് പറഞ്ഞത്. എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങാൻ ഇവിടെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. നോക്കി അവിടെയൊക്കെ കാണുന്നുണ്ടോ എന്തൊക്കെയോ ലിവറും കാര്യങ്ങളൊക്കെ കറക്റ്റ് തൂക്കിയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഏകദേശം നമ്മള് നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോഴും. നമ്മൾ മൊത്തം 8 പേരുണ്ട്. അപ്പൊ 4 പേര് ഒരു ലിഫ്റ്റ് അടിച്ചു, നമ്മൾ 4 പേര് വേറെ ലിഫ്റ്റ് അടിച്ചു. അപ്പോൾ നമ്മൾ 5 കിലോമീറ്റർ അപ്പുറം, നമ്മൾ 5 കിലോമീറ്റർ അപ്പം നമ്മളിപ്പോൾ 6 മൈൽ വരെ ഉണ്ട്. സെന്ററിൽ എത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താകും എനിക്ക് അറിയില്ല, എവിടെ എത്തുന്ന ഒരു ഐഡിയ ഇല്ല. പിന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് സ്റ്റേ ഉണ്ടാവുമോ ഒന്നും അറിയില്ല. ഒരു ടെന്റ് ഉണ്ട്, പക്ഷെ അത് അടിക്കാൻ പറ്റുമോ നമുക്ക് അറിയില്ല കേട്ടോ. ഗൈസ് ഇവിടെ കുറച്ച് വൃത്തിയൊക്കെ കുറേ തുടങ്ങിയിട്ടാ. പക്ഷെ നല്ല രസമുണ്ട് കാര്യങ്ങളെ കാണാൻ വേണ്ടി. ഒരുപാട് കടകളും ആൾക്കാരും ഇവിടുത്തെ ലോക്കൽസും ഒക്കെ കണ്ടിട്ട്. പിന്നെ ഇവിടെ ബാഗിന്റെ ഒരു കളക്ഷൻ, ഓരോ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ മാർക്കറ്റിൽ ഒരു ഏരിയ എത്തി കഴിഞ്ഞാൽ ആ സാധനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ടോയ്സും കാര്യങ്ങളും ബാഗ്സും കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് നമ്മളെ ബൂട്ടാൻ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന ഷോപ്പൊക്കെ കാണുന്നുണ്ട്. അങ്ങനത്തെ ഷോപ്പ് നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്ലാനിൽ അവിടെ ടെന്റ് വാങ്ങണം എന്ന് ഇവിടെ പറഞ്ഞു, ലോക്കൽ ടെന്റ്. സോ അത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെയൊക്കെ ഷോപ്സ് ഉണ്ടാവും, ചെക്കന്മാർ നടന്നു വരുന്നുണ്ട്. നമ്മൾ ഏകദേശം അവിടെ ഉണ്ടായിരുന്ന ആ സിറ്റി നിന്നും പക്ക എന്താ പറയാ ആ ബസാറിന്ന് മാറിയിട്ട് ഇപ്പൊ നമ്മളൊരു കുറച്ചുകൂടെ സിറ്റിന്റെ ഉള്ളിലൊക്കെ എത്തി തുടങ്ങിയിട്ടാ. അപ്പൊ ഒരുപാട് നല്ല ഷോപ്സും നല്ല വൃത്തിയും കാണുന്നുണ്ട്. ഏകദേശം നമ്മളെ ഗാങ്ടോക്കിന് എത്രയൊക്കെ ഒന്നുമില്ലെങ്കിലും നമ്മളെ ഗുവാഹത്തിയിലൊക്കെ അടിപൊളിയാണ്. എന്റെ പിറകിലൊക്കെ ഒരുപാട് ഷോപ്സ് കണ്ടോ കേട്ടോ, അടിപൊളിയാണ്. പിന്നെ നമ്മളെ ബാക്കി നാളൊക്കെ എപ്പോഴും കിട്ടിയില്ല, ഓടിക്കൊണ്ടിരിക്കും ഓല പിടിക്കാൻ വേണ്ടിട്ട്. എന്നിട്ടാണ് നമ്മളെ സ്റ്റേയും കാര്യങ്ങളൊക്കെ തീരുമാനമാക്കാൻ നമ്മള് ഓൺ ദ വേ സ്റ്റിൽ വാക്കി. നമ്മളെ കുക്കിംഗ് ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ കുക്കിംഗ് ഗ്യാസ് വാങ്ങി. ഇവിടെ 2 ഷോപ്പുണ്ട്, ഓപ്പോസിറ്റ് ഷോപ്പിൽ 2 സാധനം ഉണ്ട്. ആദ്യം പോയ ഷോപ്പിൽ നമ്മളത് ലീക്കാന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ കുറെ ചാമാൻ നോക്കി, പക്ഷെ നമ്മൾ വിട്ടു കൊടുത്തില്ല. നമ്മൾ തൊട്ടടുത്ത ഷോപ്പിൽ വന്ന് നമ്മളയാൾ ഗ്യാസ് വാങ്ങി. 350 റുപ്യാണ്, ഓവർ റേറ്റഡ് ആണ്. ഓൺലൈനിൽ നമുക്ക് 600 കിട്ടും, 700 കിട്ടും. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ അല്ല, നമുക്ക് താൽക്കാലികം എന്തായാലും വേണമെന്നുള്ളതാണ് നമ്മൾ വാങ്ങിയത്. അപ്പൊ ഇനി ബാക്കി 4 എപ്പോഴും കിട്ടിയില്ല, സ്റ്റിൽ വെയിറ്റ്. അപ്പോൾ നമ്മളിവിടെ ഷില്ലോങ്ങിന്റെ ഇവിടെ തന്നെ ഒരുപാട് നല്ല നല്ല ഷോപ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഭയങ്കര ക്ലീൻ ഉണ്ട് കേട്ടോ, അതൊക്കെ നല്ല ക്ലീൻ ആണ്. പിന്നെ ഒരുപാട് ഒതന്റിക് ഡിഷ് ഷോപ്പുകളും അതുപോലെ തന്നെ ഡ്രസ്സിങ് ഷോപ്പുകളും ഇവിടെ കാണുന്നുണ്ട്. പൊതുവെ സംബന്ധിച്ചിടത്തോളം ഷില്ലോങ് ഭയങ്കര തണുപ്പുണ്ടാവുന്നുണ്ട്. നമ്മുടെ ഡ്രൈവർ പറഞ്ഞു ഇപ്പോൾ ആദേശികമായിട്ട് തണുപ്പ് കുറവാന്ന് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ജാക്കറ്റും കാര്യങ്ങളത്ര നിർബന്ധമല്ല. പിന്നെ ഷിറാപുഞ്ചി ഭാഗങ്ങളിലൊക്കെ നല്ല മഴയും കാര്യങ്ങളുണ്ട്. സോ നമുക്ക് ക്ലൈമറ്റും കാലൊക്കെ അങ്ങനെ നോക്കിയിട്ട് നാളെ നമുക്ക് യാത്രയുള്ളതാണ്. വേദന നമുക്ക് പോയി നോക്കുക. അങ്ങനെ നമ്മള് ഗാങ്ടോക്കിലെ MG മാർക്ക് പോലെയുള്ള ഒരു സ്ഥലത്താട്ടോ. ചുറ്റും ഒരുപാട് ആൾക്കാർ, ഭയങ്കര ക്ലീൻ. ഇവിടെ ഒരു പാട്ട് പാടുന്ന ആളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നല്ല പാട്ടിലാണ്. നമ്മളെ ചെക്കന്മാരെ നമ്മൾ കണ്ടു കിട്ടിയിട്ടുണ്ട് ഫൈനലി കേട്ടോ. ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളുണ്ട്. നമ്മളെ MG മാർക്ക് വൈബിട്ടോ. പാട്ടിലാണ് എല്ലാ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി ഫുഡ് തപ്പാണ്, നമ്മള് ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് പോകണം. ഗൈസ് നമ്മൾ ഡാർജിലിംഗിലെ കണ്ട പോലത്തെ ഒരുപാട് ഫുഡ് ഷോപ്പുകളാട്ടോ. നല്ല ന്യൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൊട്ടിയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പുറത്തും ഇതുപോലെ തന്നെ ഫ്രൂട്ട്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇനി കുറച്ചുകൂടെ മുന്നിൽ നടക്കേണ്ടത് അവിടെ ഒരു വാന് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എന്താക്കാം ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പ്രധാനമായും കണ്ടുള്ളത് മൊമോസ് ആണ്. അതുപോലെ തന്നെ ചിക്കൻ പക്കോറ, അതുപോലെ ചൗമി, റൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓ കഴിഞ്ഞ ഞങ്ങളെ കണ്ടു കിട്ടി. നമ്മളെ രാജ്യങ്ങൾ ചൗമിയല്ലോ ഒരു രസമല്ല, ഒരു നോർമല്. ഇത് പോലീസ് ബസാറിന്റെ പ്രധാനപ്പെട്ട ഫുഡ് ഏരിയ കേട്ടോ. ഇവിടെ ഒരുപാട് ഫുഡ് ഷോപ്പുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബിരിയാണി ഒക്കെ ബിരിയാണി. അങ്ങനെ നമ്മൾ ഫൈനലി എൻ്റെ പിറകിൽ കാണുന്ന മുസാഫർ ഖാനിൽ നമ്മൾ സ്റ്റേ എടുത്തു. ഒരാൾക്ക് 100 രൂപ വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യാം. അതേപോലെ നമ്മൾ ബൈക്ക് റെൻ്റ് എടുത്തു. ഒരാൾക്ക് ഒരു വണ്ടിക്ക് 700 രൂപയ്ക്ക് നമ്മൾ സ്കൂട്ടർ റെൻ്റ് എടുത്തത്. പിന്നെ ഇതൊക്കെ കഴിയുമ്പോൾ ശേഷം 10-11 മണിയായി. ആകെ വള്ളിയാണ്. വള്ളി പറഞ്ഞാൽ ഫുൾ പോലീസുകാർ കാണാനൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കണം. നാളെ നമ്മൾ ചിറാപുഞ്ചിയിലേക്ക് പോവുകയാണ്. സോ അതിൻ്റെ വീഡിയോകളൊക്കെ വരും. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈക്ക് റെൻ്റിലും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ആയിട്ട് വീടിൻ്റെ എൻഡിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയാണ് സ്റ്റേ കിട്ടുന്ന കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഹോസ്റ്റൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മുസാഫറാൻ 1 സ്ഥലങ്ങൾ വരുന്നത്. ഗുരുദ്വാരയിൽ സ്റ്റേ ഉണ്ടോ നമുക്ക് അറിയില്ല. പിന്നെ ബജറ്റ് ഫ്രണ്ട്ലിയുള്ള സ്റ്റേകൾ വളരെ കുറവാണ്. അപ്പോൾ 400 പെർ ഹെഡ് വരുന്നത്. അപ്പോൾ ടെൻ്റ് അടിക്കാൻ പോസിബിൾ ആണ്. പക്ഷേ ഇവിടുന്ന് ഷില്ലോങ് വിടണം. ലോക്കൽസ് എത്തിയാൻ വേണ്ടി ടെൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബായ്.